ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ ബാറ്റർ തയ്യാറാക്കിയിട്ട് അത് ബാക്കി വരണേന് നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇതൊരു ആന്ധ്ര സ്റ്റൈൽ ഫുഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനെടുക്കുന്ന ദോശമാവ് കുറച്ചൊരു പുളിയൊക്കെ ഉള്ള ദോശമാവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ദോശ ബാറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബാറ്റർ എടുക്കണതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കയ്യിലിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സബോളയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേപ്പിൻ്റെ ഇലക്കും മല്ലിയിലക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് കൈകൊണ്ട് ചെറുതായിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ചെറിയ ഇതായിട്ട് പിച്ചി ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ബാറ്റർ ഇപ്പോൾ കുറച്ച് ലൂസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അരിപ്പൊടിയുടെയും റവയുടെ അളവ് കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുക്കണം. എന്നാലേ നമുക്കിത് ശരിക്കും ഈ രീതിയിൽ പിച്ചി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇട്ട് കൊടുത്ത അപ്പം തന്നെ ഇത് ഇണക്കി കൊടുക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് ഇണക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്താലും ഇട്ട ഉടനെ തന്നെ ഇണക്കി കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം അത് ഇണക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടവും. പിന്നെ നമ്മുടെ കയ്യിൽ ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിന ചട്നിയുടെ ഒപ്പം അതല്ലെങ്കിൽ നമ്മൾ തേങ്ങാ ചട്നിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനി വീട്ടിൽ ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ ബാറ്റർ ബാക്കി വരണമെങ്കിൽ മറക്കാതെ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്